വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ എക്സ്ട്രോവേർട്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ അന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബൂമർ ദുബായിൽ നിന്ന് ഫുൾ പവറിലൂടെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെക്കനെ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അവൻ വരുന്നുണ്ടോ? അവനും ഫോർച്യൂണർ എടുത്തു. ഓക്കെ, ദാ വന്നു. എവിടെ 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 എന്തുവാടേ കാട്ടണേ? ഇറങ്ങ്. എടാ ചെക്കൻ ദുബായി പോയപ്പോ അറബിയുടെ എടാ നീ എവിടുന്ന് എടുത്തോണ്ട് വന്നാണത്? അവിടുന്ന് ഷോ കാണിക്കാൻ വാങ്ങിച്ചിട്ട് വന്നതാ. നീ അറബിയുടെ മോഷ്ടിച്ചൊന്നല്ലോ അല്ലേ? ഞാൻ അത്രക്കാരൻ അല്ലടാ, ഞാനൊരു പാവാടാ. ശരി. എടാ ഇതല്ലേ നീ ഇന്ത്യ ഇറക്കിയെന്ന് നീ പറഞ്ഞ ഫോർച്യൂണർ? ആടാ ഇതാടാ എന്റെ പുതിയ ഫോർച്യൂണർ. എടാ നീ അപ്പ എടുത്താടാ? ഈ ശിവൻ എൻ്റെ അടുത്ത് പറയാതെയാണ് ഫോർച്യൂണർ എടുത്തേ. ഇനി രാവിലെ പറഞ്ഞ ഞാനും ഫോർച്യൂണർ എടുത്തു. എടാ വേറെ ടൈമില്ല, നമുക്ക് ട്രിപ്പ് പോകണ്ടേ, നമുക്ക് ഓഫ് റോഡ് പോകണ്ടേ, വണ്ടി കയറി. ഇതപ്പോ എന്തായാലും അവൻ വണ്ടി കയറിണ്ട് ട്രിപ്പ് പോവാ. ഓക്കെ, അപ്പൊ നമ്മൾ ഓഫ് റോഡ് ആണ് ഈ പോകുന്നേ. അയ്യോ സ്ഥലം മാറിപ്പോയി. അപ്പൊ അവന് ഇറക്കിയത് ദുബായിലൊന്നും അല്ല എന്തായാലും, കാരണം റൈറ്റ് ആൻഡ് ഡ്രൈവ് ആണ്. ദുബായ് LHD ആണ്. അത് നിങ്ങൾക്ക് അറിയാലോ. ഈ തോന്നുന്നു UK അല്ല അവിടെ നിന്ന്, അല്ലെങ്കിൽ ചെക്കൻ വരണ വഴി ഇറക്കിയതോ ഇന്ത്യയിൽ എവിടെന്നെങ്കിലും ഇറങ്ങി. എന്തായാലും ഞാൻ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഇറക്കിയ കേസോ. ചെക്കൻ മട്ടൻ തിരിയുന്നുണ്ട്. നമുക്ക് എന്തായാലും മൗണ്ടയിലോട്ട് വെച്ച് പിടിക്കാം. സോ അന്നത്തെ റേഞ്ച് റോവറിൻ്റെ അതേപോലെയാണ് ഈ വീഡിയോ, പക്ഷെ കാറ് വ്യത്യാസം ഉണ്ട് എന്നേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ഈ റേഞ്ച് റോവറിനെക്കാട്ടിലും കുറച്ചും കൂടി ഇതാക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ഫോർച്യൂണറിനെ കൊണ്ട് ഇതുവരെ ഓഫ് റോഡൊന്നും കയറ്റിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഫോർച്യൂണറിനെ ഞാൻ ഓഫ് റോഡ് കയറ്റുന്നത്. അവൻ്റെ വണ്ടി വീറ്റലൊക്കെ കയറ്റി, ഞാൻ സ്റ്റോക്കാണ് ഗൈസ്. അവൻ വീട്ടിൽ കയറ്റി പറപ്പിച്ച് പോകുന്നുണ്ട്. അവൻ എന്നെ വെയിറ്റ് ചെയ്ത് പോകും. അവൻ്റെ വീട്ടിലാണ് എന്തായാലും. എനിക്കൊന്നും അവനെ കടത്താൻ പറ്റത്തില്ല. അത്ര 27 HP ഉണ്ട്. എനിക്ക് 300 തികഞ്ഞ 356 ഉണ്ട്. കുഴപ്പമില്ല. അതാ അവൻ്റെ വണ്ടി പിന്നെ ഏതാ, ഡീസലോ പെട്രോൾ എനിക്ക് അറിയത്തില്ല. എൻ്റെ വണ്ടി എന്തായാലും ഡീസലാ. മിക്കവാറും അവൻ്റെ പെട്രോൾ ആവാനാ ചാൻസ്, കാരണം വീട്ടിൽ കയറ്റിയതല്ലേ. എന്തായാലും ഏതാണെങ്കിലും കുഴപ്പമില്ല. എന്തായാലും പോവാ. ഈ വഴി എത്ര ഞാൻ കൺസ്ട്രക്ഷനിൽ വന്നതാണെന്നറിയോ? ഈ വഴി ഞാൻ എല്ലാ ദിവസവും ഈ വഴി വീഴും. പിന്നെ മറ്റേ പുതുതായിട്ട് അവർ ആഡ് ചെയ്തില്ലേ ഫർണിച്ചർ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതും സിമെന്റും മാത്രമേ ഞാൻ കളിക്കുള്ളൂ. വല്ലപ്പോഴും വാട്ടർ. ഇത് മൂന്നും കളിച്ചാണ് ഞാൻ ഫോർച്യൂണർ എടുത്തേ. എനിക്ക് ഈ ബൂമർ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാനും എടുത്തു എന്നാണ് അവൻ പറഞ്ഞേ. മച്ചാൻ അവൻ നൈസായിട്ട് എൻ്റെ അടുത്തൊന്നും പറയാതെ എന്താണ് അറബിയുടെ ഡ്രസ്സും മോഷ്ടിച്ചിട്ടാ വന്നിരിക്കണേ. തൊപ്പി കണ്ടില്ലേ നിങ്ങൾ അവൻ്റെ? എന്തു വേണം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞതാ. അത് എന്താണ് ദുബായി പോയപ്പോൾ വാങ്ങിച്ചാണെന്നാ. എനിക്ക് വിശ്വാസമൊന്നുമില്ല അവനെ. അവനേതെങ്കിലും അറബിയുടെ നിന്ന് കട്ടിട്ടോന്ന് തോന്നും. എന്തായാലും അറബിയും കാര്യങ്ങളൊക്കെ വിട്ടുപിടി. ചെക്കന്നിട്ട് വേറെ ഏതോ അറബിയുടെ കൂടെ റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവര്. ഞാൻ പറഞ്ഞില്ല ഇവൻ ബിസിനസ് ആവശ്യത്തിനൊന്നും അല്ല പോയേ. ഇവൻ വേറെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയണം വെച്ചതാ. ഇപ്പം ബിസിനസ് ആവശ്യത്തിനൊന്നും അല്ല പോയി. ഇവൻ എന്തോ ട്രിപ്പ് അടിക്കാൻ പോയതാ. എൻ്റെ അടുത്ത് റീസൺ വേണ്ട പറയാൻ. അത് കയറുമോ? ഓക്കെ, എന്തായാലും ഞാൻ ഇനിയിപ്പോൾ ഒന്നും പറയുന്നില്ല. ഈ വീഡിയോ കണ്ടിട്ട് അവൻ ചിലപ്പോൾ തെറി പിടിക്കും. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഓഫ് റോഡ് കേസ് ആദ്യമായിട്ടാണ് ഫോർച്യൂണർ ഓഫ് റോഡ് എൻ്റെ കയറുന്നേ. ഇവൻ കയറ്റിയിട്ടുണ്ടാവും. അവൻ എൻ്റെ അടുത്ത് പറയുന്നത് 2 ദിവസം മുമ്പോ. ഇവൻ ഓഫ് റോഡ് ആശാനാണ്. ഇവൻ ഏത് വണ്ടിയാണെങ്കിലും ഫുള്ളി ലോവർ ആയിട്ടുള്ള സിവിക് കൊണ്ട് ഇവൻ ഈസി ആയിട്ട് ഈ ഓഫ് റോഡ് കയറിയിട്ടുണ്ട്. മൗണ്ടൻ ഓഫ് റോഡൊന്നും അല്ല, നമ്മുടെ ശരിക്കത്തെ ഓഫ് റോഡ് ഫുള്ളി ലോവർ ചെയ്തിരിക്കുന്ന സിവിക്കും കൊണ്ട്. എന്താ ഞാൻ ഇവനൊക്കെ ചെയ്യണ്ടേ? ഫുള്ളി ലോവർ സിവിക്കും കൊണ്ട് ഇവൻ ഒറ്റ കയറലായിരുന്നു. ഇവൻ ഓഫ് റോഡിൻ്റെ ആശാനാണ്. ഇവനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഓഫ് റോഡ് കയറാൻ ഒരു ഇതുണ്ടാക്കി തന്നത്, ഒരു തീ മനസ്സിൻ്റെ ഉള്ളിൽ. ഇവനില്ലെങ്കിൽ ഞാൻ ഓഫ് റോഡ് കയറില്ല. അതെന്താടേ, വണ്ടിക്ക് ചെളിയൊന്നും ഇല്ലാലോ. അതെന്താ അങ്ങനെ? ഇല്ലെങ്കിൽ ഇത് പറ്റി പിടിക്കില്ലേ ഇതിൻ്റെ മേലെ? ദൈവം കത്തിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ,
ഗൈസ് അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ചുകൂടെ ഡ്രിഫ്റ്റ് അടിച്ച് കളിക്കട്ടെ. ഡ്രിഫ്റ്റ് മോഡ് ഇടണ ഡ്രിഫ്റ്റ് മോഡ് ഇട്ടേക്ക. 2-3 ഡ്രിഫ്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് അടിച്ചേക്കാം. RW ഇടാം, എന്നിട്ട് നമുക്ക് കുറച്ച് അടിക്കാം. അവിടെ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ വണ്ടിയിൽ ഞാൻ ഷോർട്ടാണ് കയറ്റിയത് ഗൈസ്. എൻ്റെ വണ്ടിയിൽ എക്സോസ്റ്റ് ഞാൻ കയറ്റിയിട്ടില്ല ഗൈസ്. ഞാൻ വണ്ടി ഇറക്കി എഞ്ചിനില്ല, ഒന്നും ചെയ്തില്ല, ടർബോ മാത്രം കയറ്റി. സിംഗിൾ ടർബോ ആണ്, ഡീസൽ ചെയ്തതുകൊണ്ട് എന്തായാലും ടർബോ വരുമല്ലോ. പക്ഷെ ഞാൻ അതിനെ ട്രിപ്പിൾ ആക്കി കിട്ടിയിട്ടുണ്ട്. പോട്ടെ, ഓക്കെ. എക്സോസ്റ്റ് ഒന്നും കയറ്റിയില്ല. എന്തുവാടേ ഇവിടേക്കൊന്നും ചേർന്ന് നോക്ക് ഗൈസ്. ഡോറിലേക്ക് ഒന്നും തെറിച്ചില്ല. ആൻറ്റിനയിൽ തെറിച്ചിരിക്കുന്നു ഗൈസ്. എന്തുവാണ് ഇതൊക്കെ? ഒന്നും മനസ്സിലായില്ല. ഓക്കെ, അപ്പം എന്തായാലും ഇനി ഇവിടെ കുറച്ച് വൈബ് അടിക്കട്ടെ. സോ വീഡിയോത്തിലൊക്കെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ സബ് ചെയ്യുക. ഇനി വൈബടിയാണ് ഗൈസ്, ഇനി ഫുള്ള് വൈബടിയാണ്. ഞാൻ കണ്ടില്ലേ ഇപ്പം അറബിയുടെ തൊപ്പി ഇട്ടിട്ടാ വന്നിരിക്കണേ. ഞാൻ പാൻറ് ഇട്ടിട്ടില്ലേ ഡേയ്. എനിക്കൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് പോകുമ്പോൾ പല്ല് പോലും തേക്കാണ്ട് എണീറ്റത്. ഇവൻ്റെ അലാറം ഇവനെ വെക്കാൻ മറന്നുപോയിട്ടുണ്ടോ. ഞാൻ വിളിച്ചിട്ട് അവൻ എണീറ്റിട്ടുണ്ടാവുക. എന്തായാലും എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. സോ എന്തായാലും വിളിക്കുന്നത് കൈകൊട്ട്. അയ്യോ, സോ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ സബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. സോ ഇറ്റ്സ് മീൻ എക്സ്ട്രാവേറ്റി വിത്ത് ബൂമർ ഫ്രം ദുബായ് സൈനിങ് ഓഫ്.